الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഫിഖഹിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ള അഹ്കാമു ശർഈനെ കുറിച്ചാണ്. ശർഈയായ വിധികളുടെ പ്രധാനപ്പെട്ട ഹുക്കുമുകളും ആ ഹുക്കുമുകൾ തമ്മിലുള്ള വ്യത്യാസവും കറാഹത്ത് തഹരീമും കറാഹത്ത് തൻസീഹും ഹറാമും ഹലാലും അതുപോലെ തന്നെ വാജിബും മൻദൂബും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നിസ്കാരത്തിനെ കുറിച്ചാണ്. നിസ്കാരം എന്ന ഒരു ചർച്ച നമ്മൾ തുടങ്ങുകയാണ്. നിസ്കാരത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്, ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ ആവുമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ബിസ്മില്ലാ. ഇനി നമ്മൾ നിസ്കാരം ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നിസ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂലിയുള്ള, ഏറ്റവും ഫളിലുള്ള ആരാധനയാണ് നിസ്കാരം. ഇപ്പൊ ശരിക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നിസ്കാരത്തിനേക്കാളും പണിയാണ് നോമ്പെടുക്കാൻ, കാരണം പട്ടിണി കിടക്കണം. അതിനേക്കാളും പണിയാണ് ഹജ്ജ് ചെയ്യാൻ, കാരണം കിലോമീറ്ററുകളോളം കഷ്ടപ്പെട്ട് തിക്കിലും തിരക്കിലും നടക്കണം, നല്ലൊരു വസ്ത്രം ധരിക്കാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ്, ഒരുപാട് ഷർത്തുകളും ഒരുപാട് ഫർളുകളും ഒക്കെ ഉള്ള അമാലുകളാണ് ഹജ്ജും നോമ്പും ഒക്കെ. എങ്കിൽ പോലും അതൊക്കെ വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കണം, കഴിയുന്ന പോലെ നിസ്കരിക്കണം. നിന്നാണ് നിസ്കരിക്കേണ്ടത്. നിന്ന് പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ മലർന്ന് കിടക്കണം. ഇനി അതിനും പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ. ഇനി അങ്ങനെ എണീറ്റ് കിടക്കാൻ കഴിയൂല, ബെഡ് റിഡൺ ആണ്, പാരലൈസ്ഡ് ആയ ഒരു രോഗിയാണ്, കട്ടിലിൽ കിടക്കാണ്. അങ്ങനെയാണെങ്കിൽ പോലും ബുദ്ധി ഉണ്ടെങ്കിൽ കണ്ണിന്റെ പോള കൊണ്ടെങ്കിലും നിസ്കരിക്കണം എന്നാണ് മസല. ബാക്കിയുള്ള അടുത്തൊന്നും അങ്ങനെ ഇല്ല. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആൾക്ക് നോമ്പ് നോൽക്കണ്ടെന്ന് തന്നെയാണ്. അവർക്ക് എന്തായാൽ മതി, അതിന് മുദ്ദു കൊടുത്താൽ മതി അല്ലേ? ഹജ്ജ് ചെയ്യാൻ പൈസ ഇല്ലാത്ത, ആരോഗ്യമില്ലാത്ത ആൾ ചെയ്യേണ്ടെന്നാണ്, അതിനൊന്നും കൊടുക്കൊന്നും വേണ്ട. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല. നിസ്കാരം എന്ന് പറയുന്നത് ജീവൻ ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ മുക്കല്ലഫായ ആളുകൾ ചെയ്യാൻ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ളലായ അമൽ നിസ്കാരമാണ് എന്ന് പറയുന്നത്. നോക്കാം. അസ്വലാത്തു, നിസ്കാരം. അൽ ഫിഖ്ഹു യൻഖസിമു ഇലാ അർബഅത്തി അഖ്സാം. ഫിഖ്ഹ് യൻഖസിമു, നേരത്തെ നമ്മൾ ഖിസ്മ് എന്നൊക്കെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതായത് അൽ ഫിഖ്ഹു യൻഖസിമു ഇലാ അർബഅത്തി അഖ്സാം. ഫിഖ്ഹ് 4 വിധമായി തിരിയും. ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫിഖ്ഹ് 4 പാർട്ടായിട്ട് തിരിയും എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് അൽ ഇബാദാത്തു, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അൽ ഇബാദാത്ത്, ആരാധനകളാണ്. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയിട്ടുള്ള ആരാധനകളാണ്. രണ്ടാമത്തത് വൽ മുആമലാത്തു, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാങ്ങലും വിൽപ്പനയും സ്ഥലക്കച്ചവടവും വണ്ടിക്കച്ചവടവും നമ്മളെ പലചരക്കിന്റെ കച്ചവടവും സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ പോയിട്ട് വലിയ വലിയ ബിസിനസ്സുകളും എല്ലാം ഈ മുആമലാത്തിന്റെ പരിധിയിൽപ്പെടും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഗം മുനാക്കഹത്താണ്. കല്യാണം, നിക്കാഹുമായി ബന്ധപ്പെട്ട വിവാഹ ജീവിതവും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. നാലാമത്തത് വൽ ജിനായാത്തു, അങ്ങനെ ഒരു കുടുംബമാകുമ്പം തല്ലും പൊടിയൊക്കെ ഉണ്ടാവും അല്ലേ, കച്ചറ ഉണ്ടാവും. അപ്പോൾ ആ കച്ചറ തീർത്താൽ ചിലപ്പോൾ തീരൂല, അപ്പോൾ കൊലപാതകത്തിലേക്ക് എത്തും. അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായാൽ അതിന് ശിക്ഷാ നടപടികൾ കൃത്യമായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി, കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണ്
ജിനായത്തിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻ ടോട്ടൽ നമ്മൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെ ഇസ്ലാമിക് ഫിഖഹിനെ 4 ആയിട്ട് തരംതിരിച്ചു. 1 ഇബാദാത്ത്, 2 മുആമലാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. നമ്മൾ ലോകത്ത് ഏത് കാര്യം എടുത്താലും ഈ 4 കാര്യത്തിന്റെ അകത്ത് അത് പെടും, അല്ലേ? അത് പെടും. അത്രയും വിശാലമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അഹമ്മു ഹാദിഹിൽ അഖ്സാമി അൽ ഇബാദാത്ത്. ഈ 4 പിന്നെ ഖിസ്മിൽ ഏറ്റവും അഹമ്മായിട്ടുള്ളത് 4 ഖിസ്മ എന്ന് പറഞ്ഞപ്പം ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. കേട്ട് കേട്ട് അതങ്ങോട്ട് പഠിയട്ടെ. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. ഈ 4 വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബാദാത്താണ് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ ആണ് ബാക്കിയുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആദ്യത്തിൽ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ. അപ്പം ഈ 4 വിഭാഗങ്ങളിൽ ഏറ്റവും നല്ലത് ഇബാദത്തുകളാന്ന് പറഞ്ഞു. ഇനി ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യ, ശരീരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആരാധന അസ്വലാത്തു, നിസ്കാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? നോമ്പും ഹജ്ജും ഒക്കെ നിസ്കാരത്തെക്കാൾ പണിയുള്ളതാണ്, ചെലവുള്ളതാണ്, സമയദൈർഘ്യമുള്ളതാണ്, പൈസക്ക് ചെലവുള്ളതാണ്. പക്ഷേ അതെല്ലാം വർഷത്തിൽ 1 മാസം, ഹജ്ജ് ജീവിതത്തിൽ ഒറ്റത്തവണ ഒക്കെ മാത്രമേ നിർബന്ധമുള്ളൂ. നിസ്കാരം അങ്ങനെയല്ല എന്നതുകൊണ്ടാണ് അത്. ഇനി നോക്കി, ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഫിഖ്ഹിന്റെ ഖിസ്മുകളാണ്, ഡിവിഷനാണ്. ഇനി നമ്മൾ ഫിഖ്ഹ് എന്ന പദത്തെയും നിസ്കാരം എന്ന പദത്തെയും കുറിച്ച് പറയും. അപ്പൊ നമ്മൾ ഈ ഫിഖ്ഹിന്റെ ഒരു രീതിയാണത്. നമ്മൾ ഏത് വിഷയം പഠിക്കുമ്പോഴും ആ ഒരു പദത്തെ നമ്മൾ വിശകലനം ചെയ്യും. ഫിഖ്ഹ്, സ്വലാത്ത്, നിസ്കാരം. അപ്പൊ സ്വലാത്ത് എന്ന ആ ഒരു പദം എവിടെ നിന്നാണ് വന്നത്? ആ ഒരു പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ഇങ്ങനെ ഏത് വിഷയം അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളും കൂടെ അതിൽ പഠിക്കും നമ്മൾ. ഇതെന്തിനാന്ന് ചിലപ്പോൾ നമ്മൾക്ക് തോന്നുന്നത്, എന്താ ഇതൊക്കെ പഠിച്ചിട്ട് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ ക്ലാരിറ്റിയോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വാക്കുകളിലുള്ള ഈ ഒരു ബേസിക്നെസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കണില്ലേ? ഓക്കെ അല്ലേ? ആണല്ലോ അല്ലേ? ആരെങ്കിലും കേൾക്കുന്നുണ്ട്? ആ, ഓക്കെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊരു ഒച്ച ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും പിന്നെ ഇനി അതിന്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ പോണത്. സ്വലാത്തു ലുഗത്തൻ അദ്ദുആ. നിസ്കാരം എന്ന് പറയുന്നത്, സ്വലാത്ത് എന്ന പദം ഭാഷാ അർത്ഥത്തിൽ പ്രാർത്ഥന എന്നാണ് അതിന്റെ പ്രാർത്ഥന. ദ്വാരക്കൂല നമ്മള് ദുആ എന്നാണ് ഭാഷാപരമായി നിസ്കാരം എന്ന പദത്തിന്റെ അർത്ഥം ഉള്ളത്. അപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭാഷാപരമായ അർത്ഥം ഉണ്ടാവും, അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥവും ഉണ്ടാവും. സാങ്കേതികമായ അർത്ഥം എന്നാണ് നമ്മൾ ഈ നിർവചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡെഫിനിഷനെ കുറിച്ച് പറയാം. അപ്പം അത് വലിയ സംഭവമൊന്നുമല്ല, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു വാക്കിനൊരർത്ഥം ഉണ്ടാവും, ആ വാക്കിന്റെ ഉപയോഗം ഏത് രീതിയിലാണ് എന്ന രീതിയിലും കൂടെ ഒരു അർത്ഥം ഉണ്ടാവും. അങ്ങനെ 2 അർത്ഥം എല്ലാത്തിനും ഉണ്ടാവും. ഇവിടെ നിസ്കാരം എന്ന പദത്തിന്റെ അർത്ഥം, സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അദ്ദുആ, പ്രാർത്ഥന എന്നാണ്. എന്നാൽ ശറഇൽ, ഇസ്ലാമികമായി കർമ്മശാസ്ത്രപരമായി സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അത് വെറും ഒരു പ്രാർത്ഥന അല്ല. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ തക്ബീർ കൊണ്ട് തുടങ്ങുന്നു, എന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതുന്നു, പിന്നെ റുക്കൂയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു, അവസാനം സലാം വിട്ടുന്നു. വെറും ഒരു പ്രാർത്ഥന അല്ലല്ലോ. അപ്പൊ നിസ്കാരം എന്നത് ശറഅൻ നിലക്ക് നോക്കുമ്പോൾ, ഇസ്ലാമികമായി ഇസ്ലാമിക ഫിഖ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് അഖ്വാലുൻ വ അഫ്ആലുൻ, ചില പ്രത്യേകമായ വാക്കുകളും അതുപോലെ തന്നെ വഅഫ്ആലുൻ, ചില പ്രത്യേകമായ പ്രവൃത്തികളുമാണ്. പ്രത്യേകമായ വാക്കും പ്രത്യേകമായ പ്രവൃത്തിയും തന്നെയാണത്.
നിസ്കാരത്തിൽ നമുക്ക് പിന്നെ മദ്ഹ് ഗാനം പാടാൻ പറ്റുമോ? നബിയെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് മലയാളത്തിൽ പറ്റുമോ? പറ്റൂലല്ലോ, പറ്റൂല. നിസ്കാരത്തിൽ നമുക്ക് പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റുമോ? നല്ല രസമുള്ള ഡാൻസ് പറ്റൂല. അതേസമയം നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അത്തഹിയാത്ത് ഇരിക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. സലാം വിട്ടാതിരിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റൂല. അപ്പൊ പ്രത്യേകമായ ചില അഖ്വാലുകൾ, ചില വർത്തമാനങ്ങൾ, ചില വാക്കുകൾ, അഫ്ആലുൻ, അതുപോലെ തന്നെ പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളും ആണ്, മഖ്സൂസത്താണ്. പ്രത്യേകമായ ചില വാക്കുകളും പ്രത്യേകമായ ചില പ്രവർത്തനങ്ങളുമാണ്. അത് മുഫ്തതഹത്തും ബിത്തക്ബീർ, തക്ബീർ കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മൾ നിസ്കരിക്കുന്ന ഏത് നിസ്കാരവും തക്ബീർ കൊണ്ടാണ് തുടങ്ങുന്നത്. മയ്യിത്ത് നിസ്കാരാണെങ്കിലും തക്ബീർ ഉണ്ടാവുമല്ലോ അതിൽ. പണ്ട് മനോരമക്കാര്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, മനോരമ പത്രം ഉണ്ടല്ലോ, മലയാള മനോരമ, കേരളത്തില് ഇസ്ലാമിനോട് വെറുപ്പ് വളർത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്ന ഒരു പത്രമാണ് മനോരമ പത്രം. മാതൃഭൂമിയും മീഡിയ വണ്ണൊക്കെ അതിൽ പെട്ടത് തന്നെയാണ്. അപ്പം ഈ മാതൃഭൂമി ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഈ അടുത്ത കാലത്താണ് ഇസ്ലാമിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയതെങ്കിൽ മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർ കാലങ്ങളായിട്ട് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങൾ തന്നെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പീഡനം വാർത്ത പത്രത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിൽ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ അതിൻ്റെ പേര് കൊടുക്കും. അതേസമയം വേറെ ആരെയാണ് ചെയ്തതെങ്കിൽ അതങ്ങനെ ഉണ്ടാവില്ല. ഇനി അവര് സംഗതി എന്താവൂല, മുസ്ലിങ്ങളാവൂല, ഹിന്ദുക്കളായിരിക്കും. എന്നാലും അവരെ പേരിലൊരു മുസ്ലിങ്ങളാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പേരാണെങ്കിൽ ആ പേരെന്താവും, അവരാ കുറ്റവാളിയുടെ കൂടെ ചേർക്കും. ഇത് അതുപോലെ തന്നെ മലപ്പുറത്തിനെ ആക്ഷേപിക്കും. അങ്ങനെ ഒരുപാട് സംഗതികൾ. അങ്ങനെ പണ്ട് ഈ മനോരമയുടെ എഡിറ്റോറിയൽ ബോർഡിലൊന്നും ഒരൊറ്റ മുസ്ലിമീങ്ങളും ഇല്ലായിരുന്നു എന്നാ. അങ്ങനെ ഒരുപാട് പൊട്ടത്തരങ്ങൾ ഇവർക്ക് പറ്റാറുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് സൗദിയിലത്തെ ഫഹദ് രാജാവ്, ഏതോ ഒരു രാജാവ് മരിച്ച സമയത്ത് ഇവര് എന്തായി, ഫഹദ് രാജാവിന്റെ മയ്യിത്ത് നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് പത്രത്തിൽ കൊടുത്തു. എന്നിട്ട് കൊടുത്ത ഫോട്ടോ ഏതാ നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയോ? ആർക്കെല്ലാം അറിയോ? ആരും കേട്ടില്ല? അതന്നെ, എല്ലാരും കൂടെ സുജൂദ് ചെയ്യുന്ന ഫോട്ടോ ആണ് ഇവർ ഏതിന് കൊടുത്തത്, മയ്യിത്ത് നിസ്കാരത്തിന് കൊടുത്തത്. അപ്പൊ അത് ഏത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടിക്കും അറിയാത് പിന്നെ മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദ് റുക്കുവൊന്നും ഇല്ല എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാം. എന്താണ് മരണപര്യന്തം റൂഹിന്റെ നാൾമൊഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു നോവലുണ്ട്, അടിപൊളി നോവലാണ്. അത് വായിച്ചാല് മരണത്തെക്കുറിച്ചും ഒക്കെ അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഇമാം ഇബ്നുൽ ജൗസിന്റെ ഒരു കിതാബുണ്ട്. ഇബ്നുൽ ജൗസി കിതാബുർ റൂഹ് എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ വിശാലമായി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നോവൽ എഴുതുന്നത്. അപ്പം ഈ നോവൽ വായിച്ച് ഒരുപാട് ആളുകൾ നന്നായി എന്നൊക്കെയാണ് അങ്ങനെ പറയാറുണ്ട്. ഏതായാലും അത് വായിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു നോവലുണ്ട്, ദായിഷ് എന്ന് പറഞ്ഞിട്ട്. ദായിഷ് നമ്മൾ ISIS ഉണ്ടല്ലോ, തീവ്രവാദ സംഘടന, അവരെ അറബി പേരാണ് ദായിഷ് എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് തീവ്രവാദ സംഘടന വളരുന്നത്, അതിൻ്റെ ഒരു ഐഡിയോളജി എന്താണ്, എന്തുകൊണ്ടാണ് എഞ്ചിനീയർമാരും ഡോക്ടർമാരൊക്കെ തീവ്രവാദികളാവണത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രസകരമായ അനുഭവങ്ങൾ, ഇതൊക്കെ നല്ല ഒരു നോവലാണ് ദായിഷും. ഇത് രണ്ടും അടിപൊളിയാണ്. മൂപ്പര് മനോരമന്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളാണ്. മൂപ്പര് പറഞ്ഞ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ മാർക്ക് കല്യാണം കഴിഞ്ഞു പറഞ്ഞാണ്ട് ഒരാണും പെണ്ണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിടുന്ന ചിത്രം കൊടുത്ത ആൾക്കാരാണ് ആര്, ഈ ടീം. അപ്പോ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ സാങ്കേതികത അവർക്ക് അറിയില്ല. അവർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലൊരു കല്യാണം ഉണ്ട്. അപ്പൊ മാർക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കല്യാണം അവർ വിചാരിക്കുകയാണ്. നിസ്കാരം എന്ന് പറയുമ്പം അവരുടെ മനസ്സിലൊരു നിസ്കാരം ഉണ്ട്. ആ നിസ്കാരം അവരെല്ലാത്തിലും ഉണ്ടാവും, അപ്ലൈ ചെയ്യും. അപ്പൊ അത് പിന്നെ എന്താവും, മയ്യിത്ത് നിസ്കാരത്തിൽ അത് ഉണ്ടെന്ന് അവർ വിചാരിക്കും. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കെല്ലാം അറിയുള്ളൂ. പോട്ടെ. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളാരും ബെഡിൽ കിടന്നിട്ടല്ലല്ലോ അല്ലേ ക്ലാസ് കേൾക്കണത്. എപ്പോഴും പറയണ പോലെ ക്ലാസ് ബെഡിൽ കിടന്നാണ് കേൾക്കുന്നതെങ്കിൽ
കളൊക്കെ ജോലിയും പല കൂലിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളായിരിക്കും. അപ്പൊ ഉറക്കം തൂങ്ങാനുള്ള സാധ്യത ഉണ്ട്. അല്ലേ? അപ്പം പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇനി ഉറക്കം വരികയാണെങ്കിൽ എന്താവാ, നല്ല ബ്രത്ത് ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് വിടുക. അങ്ങനെ 2 വട്ടം വിട്ട് ശരിയാവും. കൈയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. പെണ്ണുങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുക. എന്നിട്ട് കുളിച്ചിട്ട് സെറ്റ് ആവുക. നോക്കി. അപ്പോ ഇത് ഞാൻ എന്തിനാ പറയണ അറിയോ, ഞാനൊരിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ നമ്മളെ റമദാനിലൊക്കെ എല്ലാ പള്ളിയിലും ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പോ ഈ റമദാനിലെ ക്ലാസ് ഒരിക്കൽ നടക്കുന്ന സമയത്ത് അന്ന് പള്ളിയിലത്തെ ഉസ്താദ് പറഞ്ഞിരുന്നത്, പെണ്ണുങ്ങളെ ഇറങ്ങിയണല്ലോ എവിടോ മൈക്ക് ഓഫ് ഒക്കെയാണ്. അപ്പോ പള്ളിയില് ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം അന്ന് പള്ളിയിലത്തെ ഉസ്താദ് പറഞ്ഞത്, ഈ മരുമക്കൾ അമ്മായിയമ്മ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോ മരുമക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും അവരെ പരിഗണിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉസ്താദ് പ്രസംഗിക്കുകയാണ്. അപ്പോ പിന്നെ എന്റെ പെണ്ണുങ്ങൾ എന്തായി, ഇങ്ങനെ ഒളിഞ്ഞു നോക്കി എൻ്റെ ഉമ്മാനെ. അപ്പോ ഉമ്മ നല്ല ഉറക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് എൻ്റെ പെണ്ണുങ്ങൾ തന്ന ഉപദേശമാണ്, നിങ്ങൾ എവിടെ ക്ലാസ് എടുക്കാൻ പോവാണെങ്കിലും ഇടക്കിടക്ക് മൈക്കിൽ മുട്ടണം. കാരണം എന്താ, ഈ ക്ലാസ് എടുക്കാൻ പോണത്തൊക്കെ ഫാൻ ഉണ്ടാവും. പിന്നെ നോമ്പും നോറ്റ് രാവിലെ കുളിച്ച് ഫ്രഷായി ക്ലാസ് കേൾക്കാൻ പോണ പെണ്ണുങ്ങളിൽ നല്ലൊരു ശതമാനവും ഈ ക്ലാസ്സിന്റെ തുടക്കവും അവസാനവും കേൾക്കുന്നുണ്ടാവുള്ളൂ. തുടക്കത്തില് പാട്ടും പാടും, അവസാനത്തിൽ ദ്വാരക്കും ചെയ്യും. അപ്പം അതിന്റെ ഉള്ളിൽ പറഞ്ഞ കണ്ടന്റ് ആരും കേൾക്കണില്ല, ഉമ്മാര് കേൾക്കണില്ല എന്നുള്ളൊരു പരാതി അവളെന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് ശേഷം ഞാൻ മിക്കവാറും ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിലൊക്കെ ഇടക്കിടക്ക് എന്താവും, ഒന്ന് മൈക്കേൽ മുട്ടും, ഉറങ്ങിട്ടോ എന്നൊന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാനിത് പറയാൻ തുടങ്ങിയെന്ന് പറയാം. പോട്ടെ. അപ്പൊ ഏതായാലും പിന്നെ നമ്മളെ ശർഅൻ നിലക്ക് സാങ്കേതികമായി നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, അഖ്വാലുൻ വഅഫ്ആലുൻ മഖ്സൂസത്തുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. ചില പ്രത്യേകമായ കൗലുകളും ചില പ്രത്യേകമായ ഫീലുകളുമാണ്. അത് തുടങ്ങുന്നത് മുഫ്തതഹത്തുൻ ബിത്തക്ബീർ, തക്ബീർ കൊണ്ടാണ്. ഏത് നിസ്കാരം തുടങ്ങുന്നത് തക്ബീർ കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഈ നിസ്കാരവും അങ്ങനെ തന്നെയാണ്. മുഖ്തതമത്തുൻ ബിത്തസ്ലീം, സലാം കൊണ്ടാണ് അവസാനിക്കുന്നത്. ഏത് നിസ്കാരവും അവസാനിക്കുന്നത് സലാം കൊണ്ടാണ്, അല്ലെ? ഏത് നിസ്കാരം തുടങ്ങുന്നത് തക്ബീർ കൊണ്ടായിരിക്കും, അവസാനിക്കുന്നത് സലാം കൊണ്ടും ആയിരിക്കും. മുഖ്തത്തമത്ത് അവസാനിക്കുക, മുഫ്തതഹർ പറഞ്ഞാല് തുടങ്ങുക, ഇഫ്തിതാഹ് പറഞ്ഞ ഉദ്ഘാടനം എന്ന അർത്ഥം, ഇഖ്തിതാം പറഞ്ഞാല് വിരാമം എന്നും. അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ കേട്ടോ. അപ്പൊ നിസ്കാരം എന്താന്ന് ചോദിച്ചാൽ അഖ്വാലുൻ വഅഫ്ആലുൻ മഖ്സൂസത്തുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി വമുഖ്തതത്തുൻ ബിത്തസ്ലീം. ഇതാണ് നിസ്കാരം. ഇനി വൽ മഫ്റൂളാത്തുൽ ഐനിയ, ഫർള് ഐനായ നിസ്കാരം ഖംസുൻ ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാത്രിയും പകലും 5 നേരത്തെ നിസ്കാരമാണ് ഫർള് ഐനായിട്ടുള്ളത്. അതുപോലെ മഫ്റൂളാത്തുൽ ഐനിയ, ഫർള് ഐന്, ഓരോരുത്തരും ഓരോ വ്യക്തിയും ചെയ്യേണ്ട ഇൻഡിവിജ്വൽ ഒബ്ലിഗേറ്ററീസ്, ഓരോ വ്യക്തിയും ചെയ്യേണ്ട നിസ്കാരം, ഫർളായ നിസ്കാരം ഖംസുൻ 5 എണ്ണാണ്. ഫീ കുല്ലി യൗമിൻ വലൈല. അത് അറബിയുടെ ഒരു പ്രയോഗമാണ്. ഒരു ദിവസം എന്ന് പറയുന്നതിന് പകരം അറബിയിൽ എപ്പോഴും പറയാ യൗമിൻ വലൈല എന്നാ, രാപ്പകലുകൾ എന്നാ. രാവും പകലും കൂടിയിട്ടതാണ് ഒരു ദിവസം. അപ്പൊ 5 പിന്നെ നേരത്തെ നിസ്കാരമാണ് ഓരോ ദിവസവും, ഓരോ രാവിലും പകലിലും നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഇത് എന്നാണ് ആദ്യമായി നിസ്കാരം ശറഅക്കപ്പെട്ടത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മൾ നോമ്പെടുത്ത് പിന്നെ പള്ളിയിലേക്ക് ചീറിനൊക്കെ കൊണ്ടുപോകുന്ന ദിവസമാണ് മീറാജിന്റെ രാവ്, അല്ലെ? ശുരിഅത്ത് ലൈലത്തുൽ ഇസ്രാഇ ബഅദ നുബുവ. നുബുവത്ത് കിട്ടിയതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയും റസൂലും ഒക്കെ ആയതിനു ശേഷം ഇസ്രാഇന്റെ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് ശുരിഅത്ത്, ഈ നിസ്കാരം ശറഅക്കപ്പെട്ടത്, ഈ നിസ്കാരം നമ്മളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത്, ഈ നിസ്കാരം നിങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പനയായിട്ട് ഇറക്കിയിട്ടുള്ളത്. അതാണ് ശുരിഅത്ത്. ഒരു സംഗതി പുതുതായിട്ട് വരുന്നതിനാണ് ശുരിഅത്ത് എന്ന് പറയാം. അപ്പൊ ഈ നിസ്കാരം ശറഅക്കപ്പെട്ടത്, പുതുതായി ദീനിൽ ഉണ്ടായത് എന്നാണ് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാഇന്റെ രാത്രിയാണ്, റജബ് 27 രാവിലാണ്. ബഅദൻ നുബുവത്തി, നുബുവത്തിന് ശേഷമാണ്. ബിഅശ്രി സിനീന, 10 വർഷത്തിന് ശേഷം. അപ്പൊ നബിതങ്ങളുടെ 50-ാമത്തെ വയസ്സിലാണ് നിസ്കാരം ആദ്യമായി നിർബന്ധമാകുന്നത്. 10 വർഷവും അതുപോലെ തന്നെ വസലാസത്തി അശ്ഹുരിൻ, 3 മാസവും. 10 വർഷവും 3 മാസവും കഴിഞ്ഞ്, അല്ലെ? മുഹറം, സഫർ, റജബ്, അല്ല അങ്ങനെയല്ലല്ലോ. മുഹറം, മുഹറം കഴിഞ്ഞിട്ട് ഏതാ മാസം? മുഹറം, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, അല്ലെ? അങ്ങനല്ലേ? അപ്പം 3 മാസവും അതുപോലെ തന്നെ 10 വർഷവും കഴിഞ്ഞതിന് ശേഷമാണ്
എന്താ പറഞ്ഞ 10 വർഷവും അതുപോലെ തന്നെ 3 മാസവും കഴിഞ്ഞതിന് ശേഷമാണ് എന്തായത് ഈ നിസ്കാരം ശർആക്കപ്പെട്ടിട്ടുള്ളത്. അത് എന്നാണ്? നേരത്തെ പറഞ്ഞു അല്ലെ, 27 രാവിനാണ്. ലൈലത്തെ സബഇൻ വഇശ്രീന മിൻ റജബ്, റജബിലെ 27 രാവിന്റെ എന്നാണ് നമ്മൾ നിസ്കാരം ശർആക്കപ്പെട്ടിട്ടുള്ളത്. ഫഉഖീമത് മിൻ ളുഹരി ദാലിക്കൽ യൗം, ആദ്യത്തെ നിസ്കാരം ഏതാണ്? ഫഉഖീമത്, ആ നിസ്കാരം നിർവഹിക്കപ്പെട്ടത് മിൻ ളുഹരി ദാലിക്കൽ യൗം, അന്നേ ദിവസത്തെ ളുഹർ മുതലാണ്. ആദ്യത്തെ നിസ്കാരം നിർവഹിക്കപ്പെട്ടത് ളുഹർ മുതലാണ്. അപ്പൊ ളുഹർ മുതലാണ് അള്ളാഹു നിസ്കാരത്തെ നിർബന്ധമാക്കിയത്. അപ്പൊ ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാണ്? കിസിൽ ചോദിച്ചാൽ എന്താണെന്ന് പറയണം? ളുഹറിലാണ് എന്ന് പറയണം. അപ്പൊ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. ഫിഖ്ഹിന്റെ 4 വിഭാഗം. എന്തെങ്കിലും സംശയം ചോദിച്ചോ? സംശയം ആരെങ്കിലും ചോദിച്ചതാണോ? അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ 4 വിധമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ ഏറ്റവും അഫ്ദൽ ഇബാദത്ത് എന്ന് പറഞ്ഞു. അതിൽ അഫ്ദൽ സ്വലാത്താണെന്ന് പറഞ്ഞു. സ്വലാത്തിന്റെ 2 ഡെഫിനിഷൻ, ഭാഷാപരമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ളതും ഡെഫിനിഷനും പറഞ്ഞു. എന്നാണ് നിസ്കാരം ശർആക്കപ്പെട്ടത് എന്നുകൂടെ നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി വുജൂബ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ നിർബന്ധം. ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുക? എപ്പോഴാണ് ഇനി നിർബന്ധമാവുക? ആരൊക്കെയാണ് നിസ്കരിക്കാണ്ടാത്തത്? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ചയാണ്, വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. നോക്കാം. വുജൂബ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ നിർബന്ധം. ഇന്നമാ തജിബുൽ മക്തൂബാത്തുൽ ഖംസു അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ ത്വാഹിരിൻ. നിസ്കാരം നിർബന്ധമാകുന്നത്, ഇന്നമാ തജിബുൽ മക്തൂബാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാകുന്നത് അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ്. മുകല്ലഫിൻ, മുകല്ലഫായ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളവർക്കാണ് മുകല്ലഫ് എന്ന് പറയാം. അതുപോലെ തന്നെ ത്വാഹിരിൻ, ശുദ്ധിയുമുള്ള, അപ്പം പ്രായപൂർത്തിയും ബുദ്ധിയുമാണ് മുകല്ലഫ്. ത്വാഹിർ പ്രത്യേകം ഇവിടെ പറഞ്ഞാണ്. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ശുദ്ധിയുള്ള മുസ്ലിമീങ്ങൾക്കാണ് നിസ്കാരം നിർബന്ധം. അപ്പൊ നമ്മളെ 1 വയസ്സുള്ള കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ല. എന്തുകൊണ്ടാണ് നിസ്കാരം നിർബന്ധമില്ലാത്തത്? മുസ്ലിമാണ്, ശുദ്ധിയും ഉണ്ടാവും ചിലപ്പം, പക്ഷേ ബുദ്ധിയും ഉണ്ടാവും, പക്ഷെ എന്തായിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല. നിസ്കാരം നിർബന്ധമല്ല. നമ്മൾ 7 വയസ്സുള്ള കുട്ടിക്കോ 8 വയസ്സുള്ള കുട്ടിക്കോ ഒന്നും നിസ്കാരം നിർബന്ധമല്ല. അവരെ നിസ്കരിപ്പിക്കണം, പക്ഷെ നിസ്കാരം നിർബന്ധമല്ല. അത് നമ്മളുടെ ബാധ്യതയാണ് അവരെ നിസ്കരിക്കൽ. അതുകൊണ്ട് തന്നെ ഫലാ യജിബുൽ ഖലാ വീട്ടൽ നിർബന്ധമില്ല. നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഖലാ വീട്ടൽ നിർബന്ധമില്ല. അലാ കാഫിരിൻ അസ്ലിയിൻ, നേരത്തെ തന്നെ കാഫിറായ ഒരാൾക്കും അതുപോലെ തന്നെ കുട്ടിക്കൊന്നും നിസ്കാരം ഖലാ വീട്ടൽ നിർബന്ധമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ എന്റെ കുട്ടി 7 വയസ്സായി വിചാരിക്കുക. അങ്ങനെ 7 വയസ്സായി നിസ്കരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒന്നും നിസ്കരിച്ചില്ല, ളുഹർ അസ്ർ മഗ്രിബ് ഒന്നും നിസ്കരിച്ചില്ല. അപ്പം നമ്മള് ആ കുട്ടിക്ക് നിസ്കാരം ഖലാ വിട്ടൽ നിർബന്ധമാണോ? നിർബന്ധമൊന്നുമല്ല. നിസ്കാരം ഖലാ വിട്ടൽ സുന്നത്താണ് നഷ്ടപ്പെട്ടത്. കാരണം എന്താ, അവനെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സായിട്ടുള്ളൂ, പ്രായപൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ അസ്ലിയായ ഒരു കാഫിർ, നേരത്തെ തന്നെ കാഫിറാണ്, അവന് മുസ്ലിം ആയിരുന്നേ ഇല്ല, കാഫിറായിട്ടാണ് ജനിച്ചത്. അങ്ങനത്തെ ഒരാള് 40ാമത്തെ വയസ്സിലാണ് മുസ്ലിം ആയതെന്ന് വിചാരിക്കുക. അപ്പൊ 40 വയസ്സ് വരെയുള്ള 25ഓ 26ഓ വയസ്സ് പ്രായപൂർത്തിയതിനു ശേഷം ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത്രയും വർഷത്തെ നിസ്കാരം ഖലാ വീട്ടേണ്ടതുണ്ടോ? ഖലാ വീട്ടേണ്ടതില്ല. കാരണം എന്താ, അവന് നേരത്തെ നിസ്കാരം നിർബന്ധമായിട്ടുണ്ടായിരുന്നില്ല. കാരണം നിസ്കാരം ആർക്കേ നിർബന്ധമാവുള്ളൂ? മുസ്ലിമിനെ നിർബന്ധമാവുള്ളൂ. ഓ മുസ്ലിം ആയിട്ട് 1 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അന്നത്തെ നിസ്കാരം അവന് നിർബന്ധമുള്ളൂ. അപ്പൊ കാഫിറായ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമാവൂല. എന്തുകൊണ്ടാണ് ആവാത്തത്? അയാൾ മുസ്ലിം അല്ല എന്നുള്ളത് തന്നെയാണ്. നിസ്കാരം മുസ്ലിം ആയാൽ മാത്രമേ നിർബന്ധമാവൂ. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ നോക്കി, ഇനി ഒന്നും കൂടെ പറയാം. അപ്പൊ ഫലാ യജിബുൽ ഖലാ വീട്ടൽ നിർബന്ധമില്ല അലാ കാഫിരിൻ അസ്ലിയിൻ, നേരത്തെ തന്നെ കാഫിറായ ഒരാൾ. അതാണ് അസ്ലിയായ കാഫിർ പറഞ്ഞാല്. അടിസ്ഥാനപരമായി തന്നെ ബേസിക്കലി കാഫിറാണ്, ജനിച്ചപ്പോ തന്നെ കാഫിറാണ്. അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മൾ മുഅ്മിനീങ്ങളായി ജനിച്ചു എന്നത്, അല്ലേ? ലോകത്ത് എത്രങ്ങാനും ആൾക്കാരുണ്ട് കാഫിര്യങ്ങളായി ജനിക്കുന്നത്. അവർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം അവർക്ക് എത്തണം, അല്ലേ?
അപ്പോഴേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുള്ളൂ. നമ്മൾക്ക് അള്ളാഹു ഓശാരമായി തന്നതാണത്. ഓക്കെ. അപ്പൊ ഇന്നമാ തജിബുൽ മക്തൂബാത്തുൽ ഖംസു അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ ത്വാഹിരിൻ ഫലാ യജിബുൽ ഖളാഉ അലാ കാഫിരിൻ അസ്ലിയിൻ ഇദാ അസ്ലമ. ഇയാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ ആ കാഫിർ ഖളാഉ വീട്ടേണ്ടതില്ല. അതുപോലെ തന്നെ വല അലാ സ്വബിയിൻ, ഒരു കുട്ടിയും ഖളാഉ വീട്ടേണ്ടതില്ല. ഒരു കുട്ടി നിസ്കാരം നഷ്ടപ്പെട്ടത് ഖളാഉ വീട്ടേണ്ടതില്ല. ഇതാ ബലഗ, ആ കുട്ടി പ്രായപൂർത്തിയായാൽ. കുട്ടിക്ക് പ്രായപൂർത്തിയായപ്പം പാപ്പ പറയാം എനിക്ക് കുറേ നിസ്കാരം ഖളാ ആയിന്, വേഗം പോയി നിസ്കരിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്കത് സുന്നത്താണ്, പക്ഷേ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമൊന്നും അല്ല കേട്ടോ. നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമൊന്നും അല്ല. അപ്പം അതുപോലെ തന്നെ വല അല മൻസാല അഖ്ലുഹു ബിനഹവി ജുനൂനിൻ അവ ഇഗ്മാഇൻ ഇദാ അഫാഖ. അടുത്തൊരു ഇപ്പം നമ്മള് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാലേ, നമ്മൾ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്ത് പറഞ്ഞത് മുസ്ലിം ആവണം, മുക്കല്ലഫ് ആവണം, ത്വാഹിർ ആവണം എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം ആവുന്നതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കാഫിർ. അപ്പൊ കാഫിർ ആയാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു മുക്കല്ലഫ് എന്നുള്ളൊരു ഭാഗം പറഞ്ഞു. മുക്കല്ലഫ് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുക എന്നുള്ളതാണല്ലോ. പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതുമാണ്. അപ്പോൾ പ്രായപൂർത്തിന്റെ ഓപ്പോസിറ്റ് കുട്ടിയെ പറ്റി പറഞ്ഞു. അപ്പൊ കുട്ടി എന്താണ് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇനി മുക്കല്ലഫിന്റെ ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ട്, എന്താ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടാവണം. അപ്പൊ ബുദ്ധി പെട്ടെന്ന് ഇല്ലാതായാലോ, ആ ഒരു കേസാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ആ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പറയാണ്, മനസ്സിലാക്കുക. അപ്പൊ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ടു. അപ്പൊ ഇന്ന് രാത്രി ബോധം കെട്ടു, അയാൾ നാളെ രാത്രി എണീക്കണത്. അപ്പൊ അയാൾക്ക് നാളത്തെ സുബഹി, നാളത്തെ ളുഹർ, നാളത്തെ അസ്ർ, നാളത്തെ മഗ്രിബ്, ഇശാ കിട്ടും അല്ലെ? നാളെ രാത്രി എണീച്ചാൽ ഇശാ കിട്ടും. അപ്പൊ നാളെ 4 നിസ്കാരം അയാൾക്ക് നിസ്കാരം നിർബന്ധമില്ല, ഖളാ വീട്ടൽ നിർബന്ധമില്ല. എന്തുകൊണ്ട്? അയാൾക്ക് നിസ്കരിക്കൽ നിർബന്ധം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? നാളെ ഈ സുബഹി, ഇന്ന് രാത്രി മുതൽ അയാൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. മുക്കല്ലഫായ ഒരാൾക്കല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താവേണ്ടതില്ല, ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഇനി അടുത്തൊരു കേസും കൂടെ പറയാം, എന്നിട്ട് അർത്ഥം വെക്കാം അല്ലെ. അടുത്തൊരു കേസ് പിന്നെ പ്രാന്തായി, ബോധം കെടുന്നതിന് പകരം ഒരാൾക്ക് പ്രാന്തായിട്ട് ഒരു കൊല്ലം അങ്ങനെ പ്രാന്തായി. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ബോധം വന്ന്. അപ്പൊ ആ ഒരു കൊല്ലത്തെ നിസ്കാരം വീട്ടേണ്ടതില്ല, കാരണം അയാൾക്ക് ആ ഒരു കൊല്ലം നിസ്കാരം നിർബന്ധം തന്നെ ഇല്ല. മാനസികമായ രോഗം ഉണ്ടായി, നിസ്കാരം നിർബന്ധം തന്നെ ഉണ്ടാവില്ല, പിന്നെ അല്ലേ ഖളാ വീട്ടേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്തൊരു കേസ് പറയണത് അവൻ മുസ്ലിം ആവണം, മുക്കല്ലഫ് ആവണം, പിന്നെ എന്ത് പറഞ്ഞു, ത്വാഹിർ ആവണം, ശുദ്ധി വേണം. അപ്പൊ പെണ്ണുങ്ങൾ, ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക്, ഭാര്യമാർക്കൊക്കെ ഹൈൽ ഉണ്ടാവും. ഹൈൽ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. അപ്പൊ പിന്നെ അത് ഖളാ വീട്ടണോ? ഖളാ വീട്ടേണ്ടതില്ല എന്ന് മാത്രമല്ല, ഖളാ വീട്ടൽ ഹറാമാണ്. അള്ളാഹിനേക്കാളും വലിയ മുസ്ലിം ആവേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹ് പറഞ്ഞു എന്ത്, നിങ്ങള് ഹൈലിന്റെ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടേണ്ട എന്ന് പറഞ്ഞാണ്. ഓ അത് പറ്റൂല, എന്താണ് ഖളാ വീട്ടണം. ചില ആൾക്കാരെങ്ങനെ യാത്ര പോകുമ്പോൾ പഠിച്ചോൻ പറഞ്ഞു നിങ്ങൾ എന്തായിക്കോളി, നിങ്ങൾ 2 റക്അത്താക്കി കസ്റാക്കി നിസ്കരിച്ചോളി. അപ്പൊ ചില ആൾക്ക് ഒരു സമാധാനം കിട്ടൂല, അതിപ്പോ മൊത്താണ് നിസ്കരിച്ചാലോ, അങ്ങനെയൊന്നുമില്ല. യാത്ര പോകുമ്പം പിന്നെ അള്ളാഹു തന്ന ഓഫറുകളൊക്കെ എടുക്കുക, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം അതിനെ പെട്ടതാണ്. ചില ആൾക്കാരെന്താവും, ഇങ്ങനെ ഹൈദിന്റെ സമയത്തൊക്കെ, ഇപ്പൊ നോമ്പിനൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യണേ. എൻ്റെ വൈഫ് ഇപ്പൊ ഈ കഴിഞ്ഞ നോമ്പിന് ഒരു പെണ്ണ് അങ്ങനെ സംശയം ചോദിച്ചു പറഞ്ഞിരുന്നു. നോമ്പിന് ഹൈലുണ്ടായ സമയത്ത് പെണ്ണുങ്ങൾ വെള്ളം കുടിക്കാതെ കുത്തിർക്കുക. ചില പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഹൈലുള്ള സമയത്ത് വെള്ളം കുടിക്കാതെ കുത്തിർക്കണോ? അതിന്റെ ആവശ്യമില്ല. ഹൈലുള്ള സമയത്ത് അവർക്ക് വെള്ളം കുടിക്കണം. നാട്ടുകാർ കാണുക, അല്ലെ വീട്ടുകാർ കാണുക, ഓരോ മുന്നിൽ വെട്ടി വീഴുന്നൊന്നും വേണ്ട, അത് പാടില്ല. അതേസമയം വെള്ളം കുടിക്കാതിരിക്കൊന്നും വേണ്ട. അവർക്ക് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുക. അവർ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്, അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതേപോലെ പിന്നെ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഹൈലുകാരി അല്ലെങ്കിൽ പ്രസവശേഷം രക്തം വരുന്ന നിഫാസുകാരി, ഇവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ല അല്ലെ? ഖളാ വീട്ടേണ്ടതും ഇല്ല. എന്തുകൊണ്ടാണ് ഖളാ വീട്ടേണ്ടാത്തത്? അവർക്ക് അന്ന് നിസ്കാരം നിർബന്ധമല്ല. നിർബന്ധമായാൽക്കേ പിന്നെ ഖളാ വീട്ടേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് നിസ്കാരം നിർബന്ധം അല്ലാതിരുന്നത്? അവർ ത്വാഹിറല്ല എന്നുള്ളതാണ്. അപ്പൊ കേസുകൾ മൊത്തം നമ്മൾ പറഞ്ഞു കേട്ടോ. കേസുകൾ കംപ്ലീറ്റ് ആ സംഗതി ഇപ്പൊ പറഞ്ഞത് മൊത്തത്തിൽ അറബിയിലെന്ന് പറയാന്ന് മാത്രം. ഓക്കെ. എന്താണ് ഇപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ അല്ലെ? വ്യക്തതകളൊന്നും ഇല്ലല്ലോ?
ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ആ അപ്പം ഇനി അർത്ഥം കൂടെ പറയുമ്പോൾ സെറ്റാകും. ആ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കി, അപ്പൊ ഫലായിജിബുൽ ഖലാഉ, നിസ്കാരം ഖലാഉ വിട്ടൽ നിർബന്ധമില്ല, അലാ കാഫിരിൻ അസ്ലിയിൻ, നേരത്തെ തന്നെ കാഫിറായ ഒരാൾക്ക്, ഇദാ അസ്ലമ, അയാൾ വീണ്ടും മുസ്ലിം ആയാൽ, കൺവേർട്ട് ആയാൽ. അതുപോലെ തന്നെ വലാ അലാ സബിയ്യിൻ ഇദാ ബലഗ, ഒരു കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ കുട്ടിയായ കാലത്ത് നഷ്ടപ്പെട്ടത് ഖലാഉ വീട്ടേണ്ടതില്ല. വലാ അലാ മൻ സാല അഖ്ലുഹു, അതുപോലെ തന്നെ വലാ അലാ മൻ, ഒരാൾക്കും നിർബന്ധമില്ല, സാല അഖ്ലുഹു, അയാളുടെ ബുദ്ധി നീങ്ങിയിട്ടുണ്ട്, അയാളുടെ ബുദ്ധി പോയിട്ടുണ്ട്. ബുദ്ധി പോയത് എങ്ങനെ? ബിനഹവി ജുനൂനിൻ, ഭ്രാന്ത് പോലത്തത് കൊണ്ട്, ഔ ഇഗ്മാഇൻ, അല്ലെങ്കിൽ ബോധം കെട്ട് പോലത്തത് കൊണ്ട്. അപ്പം ബോധം കെടൽ കൊണ്ടോ ഭ്രാന്ത് കൊണ്ടോ ഒക്കെ ബുദ്ധി പോയ ആൾക്കും നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. എപ്പോൾ? ഇദാ അഫാഖ, അയാൾക്ക് വീണ്ടും ബോധം വന്നാൽ, അല്ലെങ്കിൽ ഭ്രാന്ത് മാറിയാൽ ഖളാ വീട്ടേണ്ടതില്ല, അല്ലെ? അതുപോലെ തന്നെ വലാ അലാ ഹൈലിൻ, ഹൈലുകാരിക്ക് ഖളാ വീട്ടേണ്ടതില്ല. വലാ നുഫസാ, നിഫാസുകാരികൾക്കും ഖളാ വീട്ടേണ്ടതില്ല. ഇദാ ത്വഹറത, അവർ ആ നിഫാസിൽ നിന്നും ഹൈലിൽ നിന്നൊക്കെ ശുദ്ധിയായി വന്നാൽ, അല്ലെ? ശുദ്ധിയായി വന്നാൽ ഖളാ വീട്ടേണ്ടതില്ല. അപ്പൊ ഖളാ വീട്ടേണ്ടതില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ നിസ്കാരത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയേ വേണ്ട എന്ന് അർത്ഥം ഇല്ല, അല്ലെ? എന്ന് അർത്ഥം ഇല്ല. ചില ആളുകൾക്കൊക്കെ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്, അതാണ് ഇനി പറയാൻ പോണത്. ലാക്കിൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഖളാ വീട്ടേണ്ടതില്ല എന്നതാണ് മസ്അല എങ്കിലും, നിർബന്ധമില്ല എന്നുള്ളതാണെങ്കിലും, മസ്അല അങ്ങനെയാണെങ്കിലും, യുസന്നു, സുന്നത്താണ്, ഖളാഉ മാ ഫാത സമന സിബ, ഖളാഉ മാ ഫാത, നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടൽ. ആർക്ക്? സമന സിബ, കുട്ടിയായിരുന്ന സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ പ്രായപൂർത്തിയായാൽ ഖളാ വീട്ടൽ ആ കുട്ടിക്ക് സുന്നത്താണ്, ആ കുട്ടിക്ക് സുന്നത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവാൻ പാടില്ല. നമ്മളെന്താവണം? കുട്ടികളെ നന്നായിട്ട് ശീലിപ്പിക്കണം. അത് നമ്മൾ വിചാരിക്കും കുട്ടികളൊക്കെ നിസ്കരിക്കുന്നുണ്ടാവുന്നത്, അതൊക്കെ പിന്നെ നമ്മളെ തോന്നൽ മാത്രമാണ്. നമ്മളിവിടെ പിന്നെ എന്താ പറയാ, മുത്തല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ. ചില മുത്തല്ലിമീങ്ങൾ വരെ, ചെറിയ വലിയ കുട്ടികളൊന്നും അല്ല കേട്ടോ, എന്നാൽ ചില മുത്തല്ലിമീങ്ങൾക്ക് വരെ എന്തുണ്ടാവൂല, ചില നിസ്കാരങ്ങളൊന്നും ഒഴിവായി പോയാൽ ഒരു കഥയുണ്ടാവൂല. അപ്പോ പിന്നെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയണോ? വിചാരിക്കും ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവുന്നത്. നന്നായിട്ട് നിരീക്ഷിക്കണം ആ കാര്യം. പോട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ലാക്കിൻ യുസന്നു ഖളാഉ മാ ഫാത സമന സിബ, കുട്ടിയായിരുന്ന സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ സുന്നത്താണ്, അല്ലേ? ദാറ്റ്സ് ഗുഡ്. ബഅദ തമീസി, കുട്ടിയായിരുന്നപ്പോ എന്ന് പറയുമ്പോൾ 1-ാം വയസ്സ് മുതൽ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഏതിനു ശേഷം? പകതിരി എത്തിയതിനു ശേഷം കേട്ടോ. 7 വയസ്സൊക്കെ എത്തിയതിനു ശേഷം നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടിയാൽ മതി. അല്ലാതെ 1-ാം വയസ്സ് മുതലുള്ള 7 കൊല്ലത്തെ നിസ്കാരം ഖളാ വീട്ടൊന്നും വേണ്ട. ഓനെന്ത് പിന്നെ നിസ്കാരം 1-ാം ക്ലാസ് 1-ാം വയസ്സ് 3, 5, 7, 8 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ ഒരു ബോധം വെക്കുള്ളൂ. അപ്പൊ അത് മുതൽ നഷ്ടപ്പെട്ട നിസ്കാരം കൂട്ടിയാൽ മതി. നിർബന്ധമല്ല കേട്ടോ, സുന്നത്താണ്. കുട്ടികളെ തല്ലണ്ട. അതുപോലെ തന്നെ സമനൽ ജുനൂനി വൽ ഇഗ്മാ, പ്രാന്തും ബോധക്ഷയവും ഒക്കെ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞ പോലെ സുന്നത്താണ്, അല്ലെ? അവരുടെ പ്രാന്ത് ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ബോധം കെട്ട് കിടന്നിരുന്ന കാലത്തുള്ള നിസ്കാരം നഷ്ടപ്പെട്ടതൊക്കെ ഖളാ വീട്ടല് സുന്നത്താണ്, ഖളാ വീട്ടല് സുന്നത്താണ്. ഓക്കെ. അപ്പം അല്ലെ, കുട്ടികളെ തല്ലാനും നുള്ളാനും പീഡിപ്പിക്കാനൊന്നും പറ്റാത്തൊരു കാലാണിത്. കുട്ടികളെ വഴിക്ക് പോയാൽ നമ്മളെ വഴിക്ക് പോവുക എന്നുള്ളതാണ്. പോണ വഴിക്ക് അല്ല, എന്താ, തൊലിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് തൊലിക്കാന്നൊക്കെ പറഞ്ഞ പോലത്തെ കൊലത്ത്. ഇപ്പൊ ഇന്നലെ പത്രത്തിലോ ന്യൂസിലോ എവിടെയോ കണ്ട്, ഒരു മുസ്ലിം കുട്ടി പാലക്കാട് മണ്ണാർക്കാട് ആത്മഹത്യ ചെയ്തത്. അതിന്റെ കാരണം എന്താ? ഉമ്മ ചൂടായി എന്നുള്ളതാണ്. ഉമ്മ ദേഷ്യപ്പെട്ട ഈ കുട്ടി, 14 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിക്ക. എന്തൊരു കാലാണ് അല്ലേ? അള്ളാഹ് ആകട്ടെ. അത് കേട്ട് പിന്നെ ആകെ ഷോക്കായി പോയി. അപ്പം പണ്ടൊക്കെ കുറച്ച് മുമ്പ് വരെ നമ്മളെ ആളുകൾ ആത്മഹത്യ, ഇപ്പോഴും താരതമ്യേന നമ്മളെ ആൾക്കാർ ആത്മഹത്യ ചെയ്യാറില്ല. അതേസമയം ഈ പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ എന്താകുന്നുണ്ട്, വലിയ വലിയ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് അത് താങ്ങാനുള്ള ഒരു മനക്കട്ടി, ഒരു ഹിമ്മത്ത്, ഒരു ഡിറ്റർമിനേഷൻ പവർ വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. ഒരു പ്രശ്നം വരുമ്പോഴേക്ക്
അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് മനസ്സിൽ വരുന്നില്ല. ഇന്നമഅൽ ഉസ്രി യുസ്ര, എന്ത് പ്രശ്നം പഠിച്ചോൻ തന്നാലും അതിൻ്റെ അപ്പുറത്ത് ഒരു എളുപ്പം ഉണ്ടാവും, ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന ചിന്ത മനസ്സിലേക്ക് വരാത്തതുകൊണ്ടാണല്ലോ ജീവിതം അവസാനിപ്പിക്കാൻ അവർക്ക് തോന്നുന്നത്, അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു കാലാണിത്. നോക്കി, അതുപോലെ തന്നെ ഇപ്പം സുന്നത്തുള്ളതൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി യഹ്റുമു ഖളാഉ മാ ഫാത സമനൽ ഹൈലി, ഹൈലിന്റെ കാലത്ത് ശ്രദ്ധിക്കണം. യഹ്റുമു ഖളാഉ മാ ഫാത സമനൽ ഹൈൽ, ഹൈലിന്റെ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ ഹറാമാണ്. ഖളാ വീട്ടൽ ഹറാമാണെന്ന് പറഞ്ഞത്. നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ ഹറാമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹൈലിന്റെ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം വലിയ ആളായി നിസ്കരിക്കന്നെ, ഞാൻ എന്തൊരു പുണ്യവതിയാണെന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാ. അതുപോലെ തന്നെ നിഫാസിന്റെ കാലത്തും. എന്നാൽ അമ്മൽ മുർത്തദ്ദു വൽ മുതഅദ്ദി ബിസക്രിഹി, ഇപ്പൊ നമ്മൾ പൊതുവെയുള്ള നോർമൽ ആയിട്ടുള്ള മസലയാണ് പറഞ്ഞത്. ഇനി അബ്നോർമൽ ആയിട്ടുള്ള ചില കേസുകൾ. ഒരു മുർത്തദ്ദായ ആള്, മുർത്തദ് പറയുമ്പം അയാൾ ആദ്യം മുസ്ലിം ആയിരുന്നു പിന്നെ കാഫിറായി, ആദ്യം മുസ്ലിം ആയിരുന്നു പിന്നെ അയാൾ കാഫിറായി. അങ്ങനെ കാഫിറായി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെയും മനസ്സിലായി ഇസ്ലാം എന്നെ ശരിയെന്ന്. അപ്പൊ അയാൾ പിന്നെയും മുസ്ലിമായി. ഇപ്പൊ എന്ത് സംഭവിച്ചു? അയാൾ ഒരു കൊല്ലം നിസ്കരിച്ചിട്ടുണ്ടാവില്ലല്ലോ, ആ നിസ്കാരം അയാൾക്ക് നിർബന്ധമായിട്ടും ഖളാ വീട്ടണം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യത്തിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും അസത്യത്തിലേക്ക്, തിന്മയിലേക്ക് പോയ ആളാണ്. അപ്പൊ അയാൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു എക്സെപ്ഷൻ ഇല്ല, ആ ഒരു സുഖം ഇസ്ലാം അയാൾക്ക് കൊടുക്കില്ല. കാരണം അയാൾ സത്യത്തെ അംഗീകരിച്ചതിന് ശേഷം വീണ്ടും തിന്മയിലേക്ക് പോയത് കൊണ്ട് അയാൾക്കൊരു ശിക്ഷ കൊടുക്കുകയാണത്. അയാൾ എന്താവണം? നഷ്ടപ്പെട്ട നിസ്കാരത്തെ മൊത്തം ഖളാ വീട്ടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മുർത്തദിന്റെ വിഷയത്തില് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരാൾ കള്ളങ്ങട്ട് കുടിച്ചിട്ട് ഇവനങ്ങോട്ട് മസ്തായി 4 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ മത്ത് വിട്ടത്, 4 ദിവസം കഴിഞ്ഞിട്ട് അവന് ബോധം വന്നത്. അവൻ എവിടെ കിടക്കണമെന്നോ അവന്റെ കഥ എന്താണെന്നോ അവനൊരു പിടുത്തുമില്ല. ഈ 4 ദിവസം നിസ്കാരം മൊത്തം എന്തായിട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് ബോധമില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ബോധം ഇജന്നല്ലേ പോക്കിയത്, ഈ കള്ള് കുടിച്ചതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചതുകൊണ്ടല്ലേ. അപ്പം നമ്മളുണ്ടാക്കിയ കാരണങ്ങളെ കൊണ്ടാണ് പിന്നെ നിസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ ഖളാ വീട്ടൽ നിർബന്ധമാവും. അതാണ് ഇനി പറയണത്. ഓക്കെ, അമ്മൽ മുർത്തദ്ദു, മുർത്തദ്ദിന്റെ കാര്യം. ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി, ആദ്യമേ മുസ്ലിം ആയിരുന്നു പിന്നെ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. അങ്ങനെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ഒരാള്, അതുപോലെ തന്നെ വൽ മുതഅദ്ദി ബിസക്രിഹി, മസ്ത് ആയ ആള്. എങ്ങനെ മുതഅദ്ദി? അയാൾ അതിര് വിട്ട് കടന്ന് മസ്തായതാണ്. അയാളുടെ പ്രവർത്തനം കൊണ്ടാണ് മസ്തായത്, അയാളുടെ പ്രവർത്തനം കൊണ്ടാണ് അയാളുടെ ബുദ്ധി പോയത്. അങ്ങനെയുള്ള ആളുകൾ ഫയജിബു അലൈഹിമ, ഈ 2 പേർക്കും നിർബന്ധമാണ് അൽ ഖളാഉ, നിസ്കാരം ഖളാ വീട്ടൽ. ഈ 2 പേർക്കും നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി വേറൊരു ഡൗട്ട് അവിടെ തോന്നാൻ സാധ്യത ഉള്ളത്, ഇപ്പൊ നമ്മൾ വ്യത്യസ്തമായ സർജറികൾക്ക്, ഓപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സെഡേഷൻ ചെയ്യും, അല്ലേ? നമ്മുടെ ബുദ്ധി നീക്കും, നമ്മളെ ബോധം കെടുത്തും. നമ്മളെ ബോധം കെടുത്തിയാൽ ഇപ്പം വലിയ മേജർ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ 24 മണിക്കൂറോ 18 മണിക്കൂറും ഒക്കെ എന്താവും, നമ്മളെ സെഡേഷനിലാക്കും. അപ്പം ആ സമയത്ത് 2, 3, 4 വക്തുള്ള നിസ്കാരമൊക്കെ പോകും. അപ്പൊ ആ സമയത്തുള്ളത് ഖളാ വിട്ടണോ വിട്ടണ്ടേ എന്നുള്ളതാണ്. അത് ഖളാ വിട്ടേണ്ടതില്ല. കാരണം അത് നമ്മൾ നിർബന്ധിതരായതുകൊണ്ടാണ്. നമ്മളെ ജീവനോടെ പിന്നെ ഓപ്പറേഷൻ ചെയ്താൽ നമ്മൾ ബാക്കി ഉണ്ടാവുമോ? നമുക്കൊരു പല്ലുവേദന വന്നാൽ തന്നെ സഹിക്കാൻ നമുക്ക് കഴിയൂല, അല്ലേ? ഒരു പല്ല് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പല്ലിന്റെ നീര് കളയണമെങ്കിലോ ഒക്കെ നമ്മൾ എന്താവും, തരിപ്പിക്കൂലേ? അങ്ങനെ തരിപ്പിച്ചിട്ടല്ലേ എന്താവുക, നമ്മളെ സൂചി കുത്തുക, അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് പായും. ചില ആളുകൾക്ക് പിന്നെ പല്ലിനുള്ള ഈ തരിപ്പ് ഏൽക്കൂല. എൻ്റെ ഒരു ഏളാപ്പുണ്ട് അങ്ങനെ, മൂപ്പർക്ക് പല്ലിനുള്ള തരിപ്പ് ഏൽക്കൂല. മറ്റേ മൂപ്പര് ആകെ കുടുങ്ങലാണ്. പല്ലുവേദന ഉണ്ടാവുമ്പം മൂപ്പർക്ക് തരിപ്പിന്റെ ഇത് വെച്ചിട്ട് കാര്യമില്ല, അത് ഏൽക്കൂല. എന്നിട്ട് സൂചി വെച്ചാൽ അതിന്റെ വേദന അയാൾ പറഞ്ഞിട്ട് നമുക്ക് തന്നെ സങ്കടം വരും, അത്രക്ക് വേദനകൾ സഹിക്കും. ചില ആൾക്കാരെ ബോഡിക്ക് അങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, ബയലുപെട്ടതാണ്. അപ്പൊ ഏതായാലും പിന്നെ ഇങ്ങനെ സെഡേഷൻ കൊടുക്കുന്ന സമയത്ത്, ബോധം കെടുത്തുന്ന സമയത്ത് നമുക്ക് 3, 4 ഒക്കെ നിസ്കാരം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം.
അത് പ്രശ്നമല്ല. കാരണം അത് നമ്മൾ മുൽത്തറാണ്, നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതും പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ അടുത്ത് പറയുന്നത് കേട്ടോ. നോക്കി, വമനിൽ തുറ, അപ്പോൾ ഒരാൾ നിർബന്ധിതനായി, ഒരാൾ മുൽത്തറായി, ഒരാൾ നിർബന്ധിതനായി എന്തിന്? ഇല ഇസാലത്തി അഖലിഹി, അയാളുടെ ബുദ്ധി നീക്കുന്നതിന്. അയാളുടെ ബുദ്ധി നീക്കണം, അതിന് അയാൾ നിർബന്ധിതനായി. അങ്ങനെ നിർബന്ധിതനായാൽ, ഉദാഹരണത്തിന് എന്തിനു വേണ്ടിയിട്ട്? ലി അമലിയത്തി ജിറാഹിയത്തിൻ, അങ്ങനെയാണ് ഓപ്പറേഷൻ എന്ന് പറയാം. അമലിയത്ത് ജിറാഹത്ത് പറഞ്ഞാൽ സർജറി, ഓപ്പറേഷൻ അർത്ഥം. അപ്പൊ ഓപ്പറേഷന് വേണ്ടിയിട്ട്, ഓപ്പറേഷൻ പോലത്തതിന് വേണ്ടിയിട്ട് അയാളുടെ സ്വയം ബുദ്ധിയെ നീക്കാൻ നിർബന്ധിതനായി. അങ്ങനെ നിർബന്ധിതനായാൽ ഔ നഹവിഹ, അല്ലെങ്കിൽ ഓപ്പറേഷൻ പോലത്തെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധി നീക്കണം, ആ ഒരു ഘട്ടത്തിൽ ഇയാൾ എത്തിയാൽ ഫലാ തഅദിയ ഫീഹി, അതിൽ ഈ തഅദിയാവുന്നതിന്റെ പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ അതിൽ അയാൾ അതിൽ വിട്ട് കിടന്ന് നേരത്തെ കള്ളുടിച്ചവന്റെ മാതിരിയോ അല്ലെങ്കിൽ മുർത്തദ്ദായവന്റെ മാതിരിയോ ഒന്നും അല്ല. കാരണം ഇത് ഇവൻ അത്യാവശ്യമായ കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്തായതാണ്, മരുന്ന് കുടിച്ചിട്ടോ സൂചി വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ബുദ്ധി പോക്കിയതാണ്. അപ്പൊ അതിൽ തഅദിയാവുന്ന, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നുള്ള ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. എന്ന് മാത്രമല്ല, ഫലാ ഇസ്മ, ആ നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവന് കുറ്റം കിട്ടൂല. വലാ ഖലാ, ആ നിസ്കാരങ്ങൾ അത്രയും ഖലാ വീട്ടേണ്ടതും ഇല്ല. പക്ഷെ അവർക്കും ഖലാ വീട്ടൽ സുന്നത്താട്ടോ, ഖലാ വീട്ടൽ സുന്നത്താണ്, എന്നാൽ നിർബന്ധമില്ല. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മസലകൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇപ്പം പ്രധാനപ്പെട്ട ഒരുപാട് മസലകൾ നമ്മൾ പറഞ്ഞേ. ക്ലിയർ ആണല്ലോ അല്ലേ? തടസ്സങ്ങൾ നീങ്ങുകയും അതുപോലെ തന്നെ ഉറൂദുഹ, അത് പുതുതായി വരികയും ചെയ്യുക. സവാല് പറഞ്ഞാൽ നീങ്ങുക, പോവുക എന്നാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി പോവുക. ഉറൂദുഹ, നേരത്തെ ഇല്ലാതിരുന്ന തടസ്സങ്ങൾ പുതുതായി ഉണ്ടാവുക. ഇതാണ് ഇനി പറയാൻ പോണത്. ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ തടസ്സം നിൽക്കുന്ന കാരണങ്ങള്, കാഫിറാവുക, കുട്ടിയാവുക, ശുദ്ധി ഇല്ലാതിരിക്കുക, ബോധമില്ലാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഈ കാരണങ്ങളൊക്കെ ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അങ്ങനെ കാത്തു തുറക്കാൻ പറ്റുമോ? പെട്ടെന്ന് നിസ്കരിക്കണോ? നിസ്കരിക്കുമ്പോൾ തന്നെ എത്ര നിസ്കരിക്കണം? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ചയാണ് കേട്ടോ. ഓക്കെ, ഇതാ സാലത്ത് ഹാദിഹിൽ മവാനിയോ, ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, ഈ തടസ്സങ്ങൾ, നിസ്കരിക്കാനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, നിസ്കരിക്കാനുള്ള തടസ്സം ഉദാഹരണത്തിന് അൽ കുഫ്രു, കാഫിറാവുക, മുസ്ലിം അല്ലാതിരിക്കുക, അതുപോലെ തന്നെ വൽ ജുനൂനു, പ്രാന്താവുക എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാതെയാവുക, വസ്രിബ, കുട്ടിയാവുക എന്ന് വെച്ചാൽ പ്രായപൂർത്തി ആവാതിരിക്കുക, വൽ ഹൈലു വൻ നിഫാസു, ഹൈലും നിഫാസും ഉണ്ടാവുക എന്ന് വെച്ചാൽ ശുദ്ധി ഇല്ലാതിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ നിസ്കരിക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ, ആ തടസ്സങ്ങളൊക്കെ പോയി ശരിയായാൽ, വബഖിയ മിനൽ വഖതി ഖദ്റ തക്ബീറത്തിൻ വജബത് തിൽക സ്വല. അതായത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പോ എന്താണ്, ഒരാള് മുസ്ലിമായി, അയാൾ മുസ്ലിമായത് 3 മണിക്കാണ്. 4 മണിക്കാണല്ലോ ബാങ്ക് കൊടുക്കുക, അസർ ബാങ്ക്. അപ്പൊ ലുഹറിന്റെ സമയത്താണ് അയാള് മുസ്ലിം ആയത് എന്നത് കൊണ്ട് അയാൾക്ക് ലുഹർ നിർബന്ധമാകും. നിസ്കരിക്കാനുള്ള ഒരു തക്ബീർ അല്ലാനുള്ള സമയം അവൻ മുസ്ലിം ആയതിനു ശേഷം, അല്ലെങ്കിൽ ഏത് തടസ്സമാണോ ഉള്ളത് ആ തടസ്സം നീങ്ങിയതിനു ശേഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിസ്കാരം നിർബന്ധമാവും. ജമാഅക്കുന്ന നിസ്കാരാണ് എങ്കിൽ, ജമാഅക്കാൻ പറ്റുന്ന നിസ്കാരാണെങ്കിൽ ആ നിസ്കാരവും അതിന് തൊട്ട് മുമ്പത്തെ നിസ്കാരവും നിർബന്ധമാവും. ഉദാഹരണത്തിന് ഒരാള് മുസ്ലിം ആയത് 6 മണിക്കാണ്, അപ്പം അസറിന്റെ സമയമാണല്ലോ 6 മണി, അപ്പൊ അസറും നിർബന്ധമാവും, തൊട്ട് മുമ്പത്തെ ലുഹറും നിർബന്ധമാവും. അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആയത് ഇഷാന്റെ നേരത്താണ്, അങ്ങനെയാണെങ്കിൽ ഇഷാവും നിർബന്ധമാവും, തൊട്ട് മുമ്പത്തെ മഗ്രിബും നിർബന്ധമാവും. മനസ്സിലായല്ലോ? അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാ സാലത്ത് ഹാദിഹിൽ മവാനിഉ, ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ, തടസ്സം എന്ന് പറയുമ്പോൾ കുഫറും ജുനൂനും സിബയും ഹൈലും നിഫാസും ഒക്കെ നീങ്ങി, ഇല്ലാതെയായി. വബഖിയ മിനൽ വഖതി, സമയം ബാക്കിയാവുകയും ചെയ്തു. എത്ര സമയം വേണം? ഒരു 10 മണിക്കൂർ അങ്ങനൊന്നും വേണ്ട. ഖദ്റു തക്ബീറത്തിൻ, ഒരു തക്ബീർ അല്ലാനുള്ള സമയം ബാക്കിയായാൽ വജബത് തിൽക സ്വലാ, ആ നിസ്കാരം നിർബന്ധമായി. ആ നിസ്കാരം നിർബന്ധം. ഇപ്പം ഒരു കറക്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം മഗ്രിബ് 6:53 6:52
ഇവളുടെ ഹൈൽ നിന്നതെങ്കിൽ ആ അസർ അവർ നിസ്കരിക്കണം. മനസ്സിലായല്ലോ? ആ അപ്പം തെക്ബീർ, ഒരു തെക്ബീറിന്റെ ഖദർ, ഒരു തെക്ബീർ ചെല്ലാനുള്ള ഒരു സമയം, ഒരു മിനിറ്റ് ഉണ്ടല്ലോ, കുറച്ച് സെക്കൻഡുകൾ, ആ സെക്കൻഡുകൾ ഈ സമയത്തിൽ നിന്നും ബാക്കിയായി കഴിഞ്ഞാൽ വജബത്ത് തിൽക സ്വലാത്തു, ആ നിസ്കാരം എന്തായാലും നിർബന്ധമാണ്. വല്ലത്തി ഖബ്ലഹ, ആ നിസ്കാരത്തിന് മുമ്പുള്ളതും നിർബന്ധമാണ്. ഇൻകാനത്ത് തുജ്മഉ മഅഹ, ആ നിസ്കാരം ഈ നിസ്കാരത്തിന്റെ കൂടെ ജമ്മാക്കാൻ പറ്റുന്ന, കൂട്ടി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണെങ്കിൽ, ദുഹൂർ അസറും കൂട്ടി നിസ്കരിക്കാലോ, മഗ്‌രിബ് ഇശാവും കൂട്ടി നിസ്കരിക്കുക, സുബഹിനല്ലേ കൂട്ടാൻ പറ്റാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും കൂടെ എന്താവും, നിർബന്ധമായിട്ട് വരും. അതുപോലെ തന്നെ ഇനി വേറൊരു കേസ് പറയണത് എന്താണെന്ന് വെച്ചാല്, ഒരാള് രാവിലെ 1 മണിക്ക് അയാൾക്ക് ഭ്രാന്തായി. ഇപ്പൊ ളുഹർ ബാങ്ക് 12:30-ക്കല്ലേ, 1 മണിക്കാണ് ഭ്രാന്തായത്. പിന്നെ അയാൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത്. അങ്ങനെയാണെങ്കിലും അയാൾക്ക് ആ ഭ്രാന്തായ ദിവസത്തെ ആ ളുഹർ ഉണ്ടല്ലോ, അത് നിർബന്ധമാണ്. കാരണം എന്താ, അയാൾക്ക് ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാനുള്ള അരമണിക്കൂർ കിട്ടിയില്ലേ, നിസ്കരിക്കാനുള്ള അരമണിക്കൂർ കിട്ടിയല്ലോ. അയാൾക്ക് അറിയില്ല അന്ന് ഭ്രാന്താവുന്നൊന്നും, എന്നാലും അയാൾക്കത് കിട്ടിയില്ലായിരുന്നോ. അതുകൊണ്ട് ആ നിസ്കാരം അയാൾക്ക് ഖളാ വീട്ടൽ നിർബന്ധമാവും, ഖളാ വീട്ടൽ നിർബന്ധമാകും. ആ നിസ്കാരം മാത്രം കേട്ടോ, ആ നിസ്കാരം മാത്രം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ വലോ അദ്റക മിനൽ വക്തി, സമയത്തിൽ നിന്നും ഒരാൾക്ക് ലഭിച്ചാൽ, കിട്ടിയാൽ, ഖദ്റൽ ഫർളി, ഫർള് നിസ്കരിക്കാനുള്ള ഒരു സമയം കിട്ടി, ഏത് നിസ്കാരാണോ ആ നിസ്കാരത്തിന്റെ നേരത്ത് നിന്ന് ഫർള് നിസ്കരിക്കാനുള്ള ഒരു നേരം അവന് കിട്ടി. എന്നിട്ട് സുമ്മ അറലൽ മാനിയു, പിന്നെയാണ് ആ തടസ്സം വന്നത്, പിന്നെയാണോ ഭ്രാന്തനായത്, അല്ലെങ്കിൽ പിന്നെയാണോ ബോധം കെട്ടത്, അല്ലെങ്കിൽ പിന്നെയാണ് ആ പെണ്ണിന് ഹൈള് വന്നത്, എങ്കിൽ വജബത്ത് തിൽക സ്വലാത്ത്, ആ നിസ്കാരം എന്തായാലും അവൾക്ക് അല്ലെങ്കിൽ അവന് നിർബന്ധമാണ്. കാരണം അവന് സമയം കിട്ടിയിരുന്നല്ലോ, ചെയ്യാത്തത് കൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരം നിർബന്ധമായും ഖളാ വീട്ടേണ്ടി വരുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ ഈ പറഞ്ഞതില് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. വുജൂബ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ നിർബന്ധം. ആർക്കാണ് നിസ്കാരം നിർബന്ധാവുക? ഇന്നമാ തജിബുൽ മക്തൂബാത്തു അൽ ഖംസു, 5 നേരത്തെ ഫർദ് നിസ്കാരം നിർബന്ധമാകുക. അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ ത്വാഹിരിൻ, മുസ്ലിമായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ശുദ്ധിയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ കാഫിറായ അസ്ലിയായ ഒരു കാഫിർ മുസ്ലിമായാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. അതുപോലെ തന്നെ വല അലാ സബീൻ ഇദാ ബലഗ, ഒരു കുട്ടി പ്രായപൂർത്തിയായാൽ ഖളാ വീട്ടേണ്ടതില്ല. വല അലാ മൻ സാല അഖ്ലുഹു ബിനഹ്വി ജുനൂൻ ഔ ഇഗ്മാഇൻ, ബോധം കെട്ടുകൊണ്ടോ ഭ്രാന്ത് കൊണ്ടോ ബുദ്ധി പോയ ആളുകൾ പിന്നീട് ബോധം വന്നാൽ, ബുദ്ധി തെളിഞ്ഞു വന്നാൽ ഖളാ വീട്ടേണ്ടതില്ല. വല അലാ ഹൈലിൻ വല നിഫസ ഇദാ തുഹറത, ഹൈലുകാരിയോ നിഫാസുകാരിയോ ശുദ്ധിയായി കഴിഞ്ഞാൽ, 40 കുളിച്ചാൽ, അല്ലെങ്കിൽ അവർ ശുദ്ധിയാക്കി കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിസ്കാരത്തെ ഖളാ വീട്ടേണ്ടതില്ല. എങ്കിലും ചില ആളുകൾക്ക് അസമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്. ലാക്കിൻ യുസന്നു ഖളാഉ മാ ഫാത സമന സിബ, കുട്ടിക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം, തമീസിന് ശേഷം, വകതിരി എത്തിയതിനു ശേഷം നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ സുന്നത്താണ്. അതുപോലെ തന്നെ വസമനൽ ജുനൂനി വൽ ഇഗ്മാ, ബോധം കെട്ടവർക്കും ഭ്രാന്തായവർക്കൊക്കെ അക്കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ സുന്നത്താണ്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ അല്ലെ. അതേസമയം ഹൈലുകാരിക്കും നിഫാസുകാരിക്കും ഖളാ വീട്ടൽ ഹറാമാണ്, അവർ ചെയ്യാൻ പാടില്ല. വയഹ്റുമു ഖളാഉ മാ ഫാത സമനൽ ഹൈലി വൻ നിഫാസ്. അതേസമയം മുർത്തദ്ദായ ആൾ, ഇസ്ലാമിൽ ആയിരുന്നു ആദ്യം, പിന്നീട് ചങ്ങായി പുറത്തുപോയതാണ്, അങ്ങനെയുള്ള മുർത്തദ്ദായ ആൾ, അതുപോലെ തന്നെ കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ ഒക്കെ ബുദ്ധി പോയി ബോധം കെട്ട മനുഷ്യൻ, അവർക്ക് അവരുടെ ആ ഒരു കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണം അവർ മുതഅദ്ദിയാണ്, അവർ സ്വയമേ അതിര് വിട്ട് കടന്ന് അവരാണ് അതിന്റെ കാരണം, അതുകൊണ്ട് അത് പ്രശ്നമാണ്. അതേസമയം ഓപ്പറേഷൻ, സർജറി പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെഡേഷൻ ചെയ്ത് ബോധം പോയി കഴിഞ്ഞാൽ, ബുദ്ധി നീങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല, അവർക്ക് കുറ്റം കിട്ടൂല, ഖളാ വീട്ടേണ്ടതും ഇല്ല. മനസ്സിലായല്ലോ? യാ റബ്ബ്. നമുക്ക് തൽക്കാലം ഒരു സംശയമുണ്ടല്ലോ. ശരിയല്ലോ. അതായത് ജമ്മു കസറിന്റെ ജമ്മു ഒക്കെ ആയിട്ട് നിസ്കരിക്കുന്നതിന്റെ ഒരു കാരണം പറഞ്ഞിട്ടില്ലേ? അത് ഇപ്പൊ അസറിന്റെ സമയത്ത് ഒരാൾക്ക് ഈ തടസ്സം നീങ്ങിയിട്ടുണ്ടെങ്കിൽ ളുഹറും കൂടി നിസ്കരിക്കണം എന്നാണ്. അതെ അതെ.
ഓക്കെ. അങ്ങനെ തന്നെ വരും. അതിലൊരു ഡൗട്ട് ഉണ്ട്. അവര് യാത്രക്കാരനല്ലെങ്കിലും നിസ്കരിക്കണോ? ആ, യാത്രക്കാരനല്ലെങ്കിലും നിസ്കരിക്കേണ്ടി വരും. കാരണം പിന്നെ ഒരു തടസ്സം നീങ്ങിയതിന്റെ അല്ല, ഒരു നേരത്തെ ഒരു തടസ്സം ഉണ്ടായതിന്റെ പേരിലാണല്ലോ അവർക്ക് നിസ്കാരം ഒഴിവായത്. ഇതിപ്പം ഇത് വൺ ടൈം വരുന്നൊരു കേസാട്ടോ. അതായത് ഇപ്പോ ലുഹറിന്റെ സമയത്താണ് ഒരു പെണ്ണിന് ഹൈള് നീങ്ങിയതെങ്കിൽ പിന്നെ അതിന് മുന്നേ നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ലുഹർ തന്നെയുള്ളൂ. പിന്നെ അസർ ശേഷമാണല്ലോ വരുന്നത്. അസറിന്റെ സമയത്ത് ആവുമ്പോ ഇതും കൂടെ നിസ്കരിക്കേണ്ടി വരും, ലുഹറും കൂടെ നിസ്കരിക്കേണ്ടി വരും. ഓക്കെ. ഇനി അതിൽ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടോ ചിലപ്പം. അത് ഞാൻ ഒന്ന് നോക്കിയിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നോക്കിയിട്ട് പറയാട്ടോ. വേറെ എന്തെങ്കിലും ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?